നമസ്കാരം. സന്തോഷാണ് കാവാലം. ഒരു വീഡിയോ ചെയ്യുന്നത്, ഇന്ന് ഒരു വാർത്ത കാണുകയുണ്ടായി. കുറെ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ചേർന്നിട്ട് ഒരു കുട്ടിയെ ഉപദ്രവിക്കുകയാണ് നട റോഡിലിട്ട്. നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്, കുറെ കുട്ടികൾ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്നു, അല്ലെങ്കിൽ കുറെ കുട്ടികൾ കൂട്ടം ചേർന്നിട്ട് ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്നു. ഇത് കൗമാരപ്രായമായ കുട്ടികൾ, സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തല്ലുണ്ടാക്കുന്നത്. അപ്പൊ കുട്ടികളുടെ ഈ അക്രമവാസന എന്തുകൊണ്ടുണ്ടാവുന്നു? അതിനുള്ള കാരണങ്ങൾ ഇതൊക്കെ ആവാം. ഒരുപക്ഷെ വീട്ടിലെ ചുറ്റുപാടുകളോ അയൽപക്കത്തുള്ള ചുറ്റുപാടുകളോ, മൊബൈൽ ഉപയോഗം, അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇതൊക്കെ ആവാം. എന്തൊക്കെ തന്നെ ആയാലും കുട്ടികൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർ സമൂഹത്തിൽ നാളെ നല്ലവരായി വളരുന്ന കുട്ടികളാണ്. ചൊട്ടയിലെ ശീലം ചുടൽ വരെ എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തെറ്റായ വഴിയിലൂടെ അവർ നടന്നു കഴിഞ്ഞാൽ നാളത്തെ ഒരു സമൂഹം അങ്ങനെയായി പോകും. ഒരച്ഛനും അമ്മയും മക്കളെ മോശമാകാൻ വേണ്ടിയല്ല വളർത്തുന്നത്. കുട്ടികൾ പഠിച്ച് നല്ല നിലനിർത്തണമെന്നും സമൂഹത്തിൽ അവർക്കൊരു പേരുണ്ടാവണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് എല്ലാ അച്ഛനന്മാരും മക്കളെ വളർത്തുന്നത്. അപ്പം മക്കൾ ഇങ്ങനെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. ഇതിൽ മാതാപിതാക്കൾക്കും അവരുടെ പങ്കുണ്ട്. അവരുടെ കുട്ടികൾ പുറത്തോട്ട് പോകുമ്പോൾ അവരെവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെയൊക്കെ കാണുന്നു എന്നുള്ള കാര്യങ്ങൾ അവരറിഞ്ഞിരിക്കണം. ഇത് കുട്ടികൾ അറിയാതെ അവരെ പിന്തുടരുകയല്ല വേണ്ടത്, അവരറിയണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെയൊക്കെ കാണുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ അല്ലെ വീട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവരറിയാണ്ട് അവരെ പിന്തുടരുകയല്ല വേണ്ടത്. ഇനി അവരെന്തെങ്കിലും അബദ്ധത്തിന് ചാടിയാൽ കെട്ടിയിട്ട് തല്ലുന്നതിന് പകരം അവരിത് പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കുക. എന്നിട്ട് അവർക്കത് മനസ്സിലാക്കുന്നില്ല, കൂട്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിന്ന് ഒരുപാട് കൗൺസിലിംഗ് സെന്ററുകളുണ്ട്. നല്ല കൗൺസിലിംഗ് സെന്ററിൽ പോയി അവർക്ക് വേണ്ട കൗൺസിലിംഗ് നൽകി അവരെ നേർവഴിയിൽ നയിക്കേണ്ടതാണ്. കാരണം കുട്ടികൾ അങ്ങനെ മോശമായി പോകാൻ പാടില്ല. ഈ സോഷ്യൽ മീഡിയയെ കുറിച്ച് ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഇങ്ങനൊരു സാഹചര്യം കണ്ടുകൊണ്ട് ഞാൻ വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ഒന്നുകൂടെ ഞാൻ പറയുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്ന കുട്ടികൾ തമ്മിലുള്ള വഴക്കുകളും അടിയും ഇടിയും ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് നമുക്ക് കിട്ടിയാൽ ഉടനെ അത് നമ്മൾ മറ്റൊരാളോട്ടോ മറ്റൊരാളോട്ടോ ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് കാണുന്ന മറ്റു കുട്ടികൾക്ക് ചിലപ്പം അത് ചിലർക്ക് തെറ്റായി തോന്നിയേക്കാം. പക്ഷെ ചിലർക്ക് അത് വീണ്ടും അവർക്കതൊരു ആവേശം ഉൾക്കൊണ്ട് ഒരു ഹീറോയിസം എന്നുള്ള രീതിയിൽ അവരത് പിന്തുടരാൻ സാധ്യത കൂടുതലാണ്. നമുക്കൊക്കെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്, നമ്മുടെ സമൂഹത്തോട് നമുക്കും ഒരു കടപ്പാടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് വേണ്ടപ്പെട്ട അധികാരികളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ അവർ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ആ കുട്ടികളെ നേർവഴിയിലേക്ക് നയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. നമ്മളിത് 10 പേരിലോട്ട് ഷെയർ ചെയ്തുകൊണ്ട് ആ കുട്ടികൾ നന്നാകുന്നില്ല. പക്ഷെ അതിന്റെ വേണ്ടപ്പെട്ടവരിലോട്ട് അത് ചെല്ലുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവും. ആ കുട്ടികൾ നേരെ ആക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പൊ ഒരു മുതിർന്നയാളാണെങ്കിൽ തന്നെ ഒരു കൊലപാതകം നടത്തി അയാൾ അത് ആരും അറിയാണ്ടിരിക്കാൻ രഹസ്യമായി സൂക്ഷിക്കുന്നു. അതിന് ആ ബോഡി അയാൾ മറവ് ചെയ്യുന്നു. ആരും അറിയത്തില്ല എന്നുള്ള വിചാരത്തിൽ അയാൾ അതെല്ലാം ചെയ്തു. പക്ഷെ അയക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പറ്റത്ത, ഒരു നിമിഷം പോലും അയക്ക് ഇരിക്കാൻ പറ്റില്ല. ഓരോ നിമിഷം കളിച്ച് അയക്ക് ഉള്ളിലുണ്ടാവും, അയ്യോ ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ, ഞാൻ നാളെ പിടിക്കപ്പെടുവോ. അയാൾ പിടിക്കപ്പെടത്തില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുമ്പോഴും അയാളുടെ മനസ്സിലൊരു പേടിയുണ്ടാവും. അങ്ങനെ പേടിച്ച് അയാൾ ദിവസങ്ങൾ തള്ളി നീക്കും. അവസാനം അയാൾ പിടിക്കപ്പെടുകയും ചെയ്യും. തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ ഉറപ്പാണ്. നമ്മൾ തെറ്റിലോട്ട് പോകാണ്ടിരിക്കുക, തെറ്റിലുള്ള വഴിയെ നമ്മൾ നടക്കാണ്ടിരിക്കുക. തെറ്റ് കണ്ടാൽ മാറി നടക്കുക, തെറ്റിലോട്ട് നമ്മൾ പോകരുത്. അഥവാ കുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുതിർന്നവരവരെ തിരുത്തുക. വലിയവർക്ക് തെറ്റ് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാവർക്കും തെറ്റ് പറ്റും. തെറ്റിലോട്ട് പോകാണ്ടിരിക്കുക. അഥവാ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക, അത് മറച്ചു വെക്കാതെ അതിനെ തിരുത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.